നോക്കാം. A stone of 1 kg is thrown with a velocity of 20 meter per second across a frozen surface of a lake. It comes to rest after traveling a distance of 50 meter. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മുടെ മൂഡ് പോകും. പതുക്കെ നമുക്ക് നോക്കാം. A stone of 1 kg, 1 kg ഉള്ള സ്റ്റോണിനെ നമ്മൾ ത്രോ ചെയ്തു. എവിടെ ത്രോ ചെയ്തു? With of 1 kg ആണ്. എന്താണത്? മാസ് is equal to 1 kg ആണെന്ന് അപ്പൊ തന്നെ പിടിച്ചിട്ട് ചെയ്ത് ആ പരിപാടി കഴിഞ്ഞു. ത്രോൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. തുടക്കത്തിൽ വെലോസിറ്റി എത്രയായിരുന്നു? 20 മീറ്റർ പെർ സെക്കൻഡ്. ഫ്രോസൺ ലേക്കിലോ അല്ലെങ്കിൽ ഗാർഡനിലോ എവിടെ വേണമെങ്കിൽ ത്രോ ചെയ്തോട്ടെ. അങ്ങനെ ഫ്രോസൺ ലേക്കിന് അക്രോസ് ത്രോ ചെയ്തപ്പോൾ ഇറ്റ് കംസ് ടു റെസ്റ്റ്. അപ്പൊ യു കിട്ടി നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, കുറെ ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇറ്റ് കംസ് ടു റെസ്റ്റ്. അപ്പൊ തന്നെ ഹിഡൻ ഗിവൺ എഴുതി വെക്കുക. വെലോസിറ്റി is equal to ഫൈനൽ വെലോസിറ്റി 0. After traveling a distance of 50 meters, കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇത് 50 meters കഴിഞ്ഞപ്പോൾ S എത്രയാ? S is equal to 50 meters കഴിഞ്ഞപ്പോൾ it came to rest. അപ്പൊ ഫോഴ്സ് ബിറ്റ്വീൻ സ്റ്റോൺ ആൻഡ് ഐസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റോണിന്റെ ഐസിന്റെ ഇടയിലുള്ള ഫോഴ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല എന്താ? F is equal to mass into acceleration. F is equal to mass into acceleration, which is F is equal to m into v minus u by t. ഇങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ, എന്തെങ്കിലും കൺവേർഷൻ ഉണ്ടോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ, ഒന്നും പ്രശ്നമില്ല. ഓക്കെ, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു. നമുക്ക് എന്തൊക്കെയുണ്ട്? v ഉണ്ട്, u ഉണ്ട്, s ആണ് ഉള്ളത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഫോർമുലാസ് എന്തൊക്കെയാണ്? ഇവിടെ എന്തൊക്കെയാണ്? v minus u by t is equal to acceleration. ടൈം ഇല്ല, നമുക്ക് ടൈം ഇല്ല, ആക്സിലറേഷൻ ഇല്ല, ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് എന്താ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമുക്ക് ആക്സിലറേഷനും അറിയില്ല, ടൈമും അറിയില്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ഫോർമുല വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഓക്കെ, ഈ ഫോർമുല എന്താ? വി അറിയാം, യു അറിയാം, എസ് അറിയാം, ആക്സിലറേഷൻ അറിയില്ല. സോ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പോവാ. ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവാ ടു ഫൈൻഡ് ദ ഫോഴ്സ്. കാരണം നമുക്ക് എന്തൊക്കെ അറിയാം? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതിൽ മാസ് നമുക്കറിയാം, ആക്സിലറേഷൻ അറിയില്ല. സോ വി ജസ്റ്റ് യൂസ് ദ ഫോർമുല വിച്ച് ഇസ് വർക്കിംഗ് ഫോർ us. നമുക്ക് വർക്ക് ചെയ്യുന്ന ഫോർമുല വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. വി സ്ക്വയർ എത്രയാ? 0 മൈനസ് യു സ്ക്വയർ എത്രയാ? 20 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എ എത്രയാ? എ എന്ന് പറയുന്നത് നമുക്കറിയില്ല. എ ഇൻറ്റു എസ് എത്രയാ? 50. ഓക്കെ, സോ ഇവിടെ മൈനസ് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 20 ഇൻറ്റു 20. മൈനസ് 20 ഇൻറ്റു 20 ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു എ. ഓക്കെ, വിച്ച് ഇസ് മൈനസ് 20 ഇൻറ്റു 20 divided by 100 is equal to a. Divided by 100 is equal to a. ഇതും കട്ടായി കഴിയുമ്പോ എല്ലാം കൂടി കട്ടാകുമ്പോൾ you get it as minus 4 meters second raised to minus 2. Okay, acceleration is minus 4 എന്ന് നമുക്ക് കിട്ടും. So force എത്രയാ? Force is equal to mass 1 into acceleration minus 4, which is equal to minus 4 Newton എന്ന് നമുക്ക് ആൻസർ കിട്ടും. 7th question. An 8,000 kg engine pulls a train of 5 wagons, each of 2,000 kg along a horizontal track. If the engine exerts a force of 40,000 Newton and the track offers a friction force of 5,000 Newtons, then calculate the net accelerating force and the acceleration of the train. Okay, എന്താണ് ക്വസ്റ്റ്യൻ ആദ്യം ഒബ്വിയസ്ലി മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് 8,000 kg എഞ്ചിൻ ഉണ്ട്. ഇവിടെ നമുക്ക് 8,000 kg എഞ്ചിൻ ഉണ്ട്. ഓക്കെ, this is your 8,000 kg engine. ഈ 8,000 kg engine എന്താ ചെയ്യുന്നത്? This is 8,000. അതൊന്ന് എഴുതി വെക്കാം. 8,000 kg engine. എന്നിട്ട് 5 വാഗൺ ഉണ്ട് ഇവിടെ. കൊച്ചു 1, ഇവിടെ 2, അടുത്തത് 3, 4, 5. ഓക്കെ, എത്രയോ ഉണ്ട്. ഓൾ റൈറ്റ്, ഇവിടെ 5 വാഗൺസ്. ഇവിടെ 2 kg, ഇവിടെ 2,000 kg, 2,000 kg ഈച്ച്. എല്ലാത്തിനും 2,000 ആണ്, ഇൻറ്റു 5. ഇതാണ് മാസ്. ഓക്കെ, ഹൊറിസോണ്ടൽ ട്രാക്ക്. ഇഫ് ദ എൻജിൻ എക്സേർട്സ് 40,000 ന്യൂട്ടൺ, ഇത് എത്ര ന്യൂട്ടൺ അപ്ലൈ ചെയ്യണം? 40,000 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ട്രാക്ക് ഓഫേഴ്സ് എ ഫ്രിക്ഷൻ ഫോഴ്സ്. ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് ഓൾവേസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫ്രിക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഫ്രിക്ഷൻ ഫോഴ്സ് അപ്ലൈഡ് എത്രയാണ്? 5,000 ന്യൂട്ടൺസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫ്രിക്ഷൻ ഫോഴ്സ് തിരിച്ച് 5,000 ആണ്. നെറ്റ് ആക്സിലറേറ്റിംഗ് ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
മാസ് ഓക്കെ നെറ്റ് ആക്സിലറേറ്റിംഗ് ഫോഴ്സിന് ഒന്നും ചെയ്യണ്ട ഓക്കെ എത്ര ഫോഴ്സ് ഉണ്ട് എൻജിൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങനെയാണല്ലോ എൻജിൻ അപ്ലൈ ചെയ്യുന്നത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ് നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും 40,000 മൈനസ് എത്രയാണ് നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സ് എത്രയാണ് 5,000 ന്യൂട്ടൺ അതങ്ങ് ചെയ്താൽ മതി 5,000 ന്യൂട്ടൺ ഗിവൺ എങ്ങനെ കണ്ടുപിടിക്കും ഗിവൺ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതുക എൻജിന്റെ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതുക effective force is equal to 40,000 minus 5,000 which is equal to 35,000 Newton എന്ന് നമ്മൾ എഴുതുക നെറ്റ് ആക്സിലറേഷൻ ഫോഴ്സ് ഒരു സീനും ഇല്ലാതെ 35,000 Newton. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഒരു സാധനം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇത് വെച്ചിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം ദിസ് യു ഓൾറെഡി ഹാവ് 35,000 Newton ആണ് നിങ്ങളുടെ ഫോഴ്സ് മാസ് എത്രയാണ് ഇതാണ് ക്വസ്റ്റ്യൻ മാസ് ഈ 8,000 മാസ് നമുക്ക് നോക്കാം എൻജിന്റെ മാസ് വിച്ച് ഇസ് 8,000 പ്ലസ് ഈ 2,000ന്റെ വാഗൺസ് 5 എണ്ണം ഉണ്ട് വിച്ച് ഇസ് 2,000 into 5 which is equal to ഇത് എത്രയാ 10,000 which is മൊത്തത്തിൽ 18,000 I guess ഇവിടെ 10,000 plus 8,000 18,000 ഓക്കെ ഇവിടെ എത്രയാ 18,000 into acceleration അപ്പൊ ആക്സിലറേഷൻ എങ്ങനെ കിട്ടും ആക്സിലറേഷൻ is equal to 35,000 divided by 18,000 ഇത് മൂന്നെണ്ണം കട്ട് 35 divided by 18 അത് നമുക്ക് ഇവിടെ ചെയ്യാം 35 divided by 18 acceleration is equal to 35 divided by 18 meter second raised to minus 2 അങ്ങനെ ചെയ്യാം 35 divided by 18 35 divided by 18 into 2 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക 18 into 2 ചെയ്ത് കഴിഞ്ഞാൽ 36 point something കിട്ടും അപ്പൊ നമ്മൾ ഇവിടെ 1 ഇടും 1 ഇടുമ്പോൾ ഇവിടെ 8 വരും ഇവിടെ 7 വരും 17 വരും പോയിന്റ് ഇടും 170 വരും and this is going to be somewhere around 1.9 നമ്മളെ ആക്സിലറേഷൻ is equal to എത്രയാണ് നമ്മൾ എഴുതണേ 1.9 meter second raised to minus 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ coming to the next question അപ്പൊ ഇത് രണ്ടെണ്ണം കണ്ടുപിടിച്ചു an automobile vehicle has a mass of 1,500 kg what must be the force between the vehicle and the road if the vehicle is to be stopped with a negative acceleration of 1.7 meters second raised to minus 2 automobile vehicle ന്റെ mass ഉണ്ട് എത്രയാ mass 1,500 kg question എന്താണ് ഇത് പൊക്കോണ്ടിരിക്കുകയാണ് what must be the force എത്രയാണ് എന്നാണ് question between the vehicle and the road if the vehicle has to be stop ചെയ്തു അതായത് ഫൈനൽ വെലോസിറ്റി എത്രയാ 0 ആണ് given ആണ് with a negative acceleration നെഗറ്റീവ് ആണ് തെറ്റിക്കരുത് -1.7 meter second raised to minus 2 ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അയ്യോ ഒന്നുമില്ല അപ്പൊ നമുക്ക് വെലോസിറ്റി പോലും വേണ്ട മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്തെങ്കിലും കൺവേർഷൻ ഉണ്ട് ഇവിടെ kg ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒന്നുമില്ല നമുക്ക് ചെയ്യാം ഇവിടെ ഫോഴ്സ് 1,500 ഇൻറ്റു ആക്സിലറേഷൻ -1.7 എന്ന് നമ്മൾ ചുമ്മാ അങ്ങ് ചെയ്താൽ മതി ആകെ നമ്മൾ നോക്കേണ്ടത് നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം അത്രയേ ഉള്ളൂ ഇത് ചെയ്ത് നോക്കാം 15 into 1.7 ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ 15 into 1.7 അപ്പൊ 15 into 17 ആദ്യം ചെയ്യും 15 into 17 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിട്ടുക ഇവിടെ 35 കിട്ടി ഇവിടെ 3 കിട്ടി അപ്പൊ ഇവിടെ 10 കിട്ടി ഇവിടെ 5 കിട്ടി അതുപോലെ ഇവിടെ 1 കിട്ടി ഓക്കെ ചെയ്ത് കാണിച്ചു തരുവാണ് എല്ലാം ചെയ്ത് കാണിച്ചു തരുവാട്ടെ ഇവിടെ 255 അപ്പൊ 255 ഈ രണ്ട് 0 ഇട്ടു ഇനി ഒരു ഡെസിമൽ പ്ലേസ് ആണ് അപ്പൊ ഒരു ഡെസിമൽ പ്ലേസ് നമ്മൾ ഇവിടെ കുത്തി ഓക്കെ ഇവിടെ നെഗറ്റീവ് സൈൻ മറക്കാൻ പാടില്ല സോ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി -2,550 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ സോ ദിസ് ഇസ് യുവർ ആൻസർ നൗ കമ്മിങ് ടു ദ 9th question what is the momentum of an object of mass m moving with a velocity v momentum എന്താ m ഉം v ഉം ഉള്ളതിന്റെ momentum എന്താ mv is your right answer mass into velocity is your right answer coming to the 10th question kanda inde direct questions alla using okay yeah this question using a horizontal force of 200 newton we intend to move a wooden cabinet across a floor at constant velocity what is the friction force that will be exerted on the cabinet okay
ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 200 ന്യൂട്ടൺ എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു വുഡൻ ടേബിൾ ഉണ്ട് കുട്ടികളെ. ഓക്കെ, യൂസിങ് എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 200 ന്യൂട്ടൺ വി ഇന്റന്റ് ടു മൂവ് എ വുഡൻ ക്യാബിനറ്റ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു വുഡൻ ക്യാബിനറ്റ് എന്ന് വിചാരിച്ചോ. ഇത് നമ്മുടെ ടേബിൾ. ഓക്കെ, 200 ന്യൂട്ടൺ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യും. ഇവർ ചോദിച്ചേക്കണ എന്താന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോണെങ്കിൽ what is the frictional force that should be there? What is the frictional force of friction that should be there? Okay, നോക്കിക്കോ, ഇതിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി, ഇഫ് ഒബ്ജക്ട് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി, then acceleration equal to 0. Acceleration is equal to 0. Acceleration 0 ആണെങ്കിൽ ഫോഴ്സ് എന്തെങ്കിലും ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, എന്തോ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സലറേഷൻ ഉണ്ടാവും. ഇഫ് ഫോഴ്സ് ഇസ് there, acceleration is going to be there. പക്ഷെ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ മാത്രമേ ആക്സലറേഷൻ 0 ആവുള്ളൂ. സോ യുവർ നെറ്റ് ഫോഴ്സ് ഷുഡ് ബി 0. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടാണെങ്കിൽ മാത്രമേ ആക്സലറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് ഫോഴ്സസ് ആണ് വുഡൻ ക്യാബിനറ്റിൽ അപ്ലൈ ചെയ്യണം. എന്തൊക്കെയാണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്താണ്? നെറ്റ് ഫോഴ്സ് ഇസ് our force plus F friction. Your F friction നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, the force that you are applying, frictional force എത്രയാണ്? It is in the negative direction. F friction force, it is in the negative direction. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്ന് പറഞ്ഞേക്കണേ? 200. ഓക്കെ, ഈ എഫ് നെറ്റ് എപ്പോ 0 ആവും? എഫ് നെറ്റ് 0 ആയാൽ മാത്രമേ നിങ്ങളുടെ ആക്സിലറേഷൻ 0 ആവുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബൗണ്ട് ടു ക്രിയേറ്റ് ആൻ ആക്സിലറേഷൻ. Okay, if an external force is there, then there will be an acceleration. പക്ഷേ ഇതിന് ആക്സിലറേഷൻ ഇല്ല, കാരണം കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലെ ആക്സിലറേഷൻ ഇല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ എഫ് നെറ്റ് 0 ആണ്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എഫ് ആണ്. ഫ്രിക്ഷൻ ഫോഴ്സ് അപ്പൊ എത്രയായിരിക്കും? ഫ്രിക്ഷൻ ഫോഴ്സും ഒബ്വിയസ്ലി ഫ്രിക്ഷൻ ഫോഴ്സ് 0, 200. സോ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് -200 തന്നെ ആയിരിക്കും, മൈനസ് എഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഈ 200 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി, ഇതും കട്ടാകുമ്പോൾ യുവർ എഫ് ഫ്രിക്ഷൻ ഇസ് ഓൾസോ ഗോയിങ് ടു ബി 200 ന്യൂട്ടൺ. എഫ് ഫ്രിക്ഷൻ ഇസ് ഓൾസോ ഗോയിങ് ടു ബി 200 ന്യൂട്ടൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് നമ്മൾ -200 എന്ന് പറഞ്ഞു. എഫ് ഫ്രിക്ഷൻ ഇസ് ഗോയിങ് ടു ബി, അപ്പൊ നമ്മൾ ഇവിടെ പ്ലസ് എന്ന് പറയും. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് -200. മനസ്സിലായോ? -200 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഫ്രിക്ഷന്റെ എടുത്തിട്ട് -2 എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഒന്നും കൂടി ഞാൻ പറഞ്ഞത് ഇതിൽ എന്താ സംഭവിച്ചത്? യൂസിങ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 200 ന്യൂട്ടൺ നമ്മൾ ഒരു വുഡൻ ക്യാബിനറ്റിനെ അക്രോസ് ഫ്ലോർ നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ there will be a friction force. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണമെങ്കിൽ വാട്ട് ഇസ് എ ഫ്രിക്ഷൻ ഫോഴ്സ് എന്നാണ് പറയാം. ഹൈലൈറ്റ് ഇസ് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ ആക്സിലറേഷൻ 0. ആക്സിലറേഷൻ 0 മീൻസ് യുവർ എഫ് നെറ്റ് ഇസ് 0. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ 0 ആവുള്ളൂ. എഫ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിങ് ഓൺ ദ വുഡൻ ക്യാബിനറ്റ്. അത് ഏതൊക്കെയുണ്ട്? രണ്ട് ഫോഴ്സസ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 200 ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ പക്ഷെ നമുക്ക് 0 കിട്ടും, ബിക്കോസ് യുവർ നെറ്റ് ഫോഴ്സ് ഇസ് 0. അങ്ങനെ വരുമ്പോൾ എഫ് ഫ്രിക്ഷൻ എത്രയാണ്? -200 ആണ് എന്ന് നമുക്ക് കിട്ടും. എഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു -200 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.